സക്സസ്ഫുൾ മ്യൂസിഷ്യൻ ആയിട്ട് ലോകം ആരാധിച്ച സ്റ്റീഫൻ ചേട്ടൻ ഇന്ന് മുതൽ ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആകാൻ പോവുകയാണ്. അതിലേക്കുള്ളൊരു കാൽവെപ്പാണ് ഇന്നത്തെ ഈ ഒരു ഈവനിങ്. ഒരുപാട് പേര് ചേട്ടൻ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് put your hands together for one and only Stephen Devassi. ഞാനും ലോകമെമ്പാടും എല്ലാ മലയാളികളും സിനിമ പ്രേമികളും സ്നേഹിക്കുന്ന ഒരു സ്വന്തം കലയാണ്. TV എന്നൊരു വലിയ മിനി സ്ക്രീൻ ഒരു വലിയ ലെവലിലേക്ക് വന്ന മാധവൻ സാർ, പ്രൊഡ്യൂസർ രഞ്ജിത്തേട്ടൻ, ലാലേട്ടൻ്റെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടി ഹിറ്റാക്കിയ ഞാൻ സ്നേഹിക്കുന്ന ശിവകുമാരേട്ട, ചേച്ചി, ബാക്കി കടന്നു വന്നിട്ടുള്ള പ്രൊഡ്യൂസർ ആന്റണി ചേട്ടൻ, സിദ്ദിഖ, സുരേഷ് പീറ്റേഴ്സ്, എൻ്റെ സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ അജി, ആൻഡ് ദ അമേസിംഗ് ആർട്ട് ഫിലിം, വൺ ഓഫ് ദ ബെസ്റ്റ് ആർട്ട് ഫിലിം മേക്കർ, ഒരു നല്ല സുഹൃത്തും പ്രകാശ് വർമ്മജി, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സിജോ കൊക്കപ്പള്ളി അച്ഛൻ, ടോമി മാളിയേക്കൽ, മാത്യു പാറയിൽ, രഞ്ജു, ശേഷം കടന്നിട്ടുള്ള എല്ലാവർക്കും, പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എന്നെ ഞാനാക്കിയ എൻ്റെ അച്ഛൻ ദേവസി, പി കെ ദേവസി, ഞാൻ ഇറക്കിയ തമാശ പറയുന്ന സ്റ്റീഫൻ എന്നൊരു പേര്, അത് മുഴുവനായത് ദേവസി കാരണമാണ്. അപ്പോൾ ഡാഡി ഇവിടെ ഉണ്ടാവും, ഡാഡി പറയാം. എൻ്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ഇത് തീരെ വരാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ അമ്മനെ ഞാൻ ഇവിടെ കൊടുത്തു. കാരണം ഈ ഒരു സ്റ്റുഡിയോ തുടങ്ങുന്ന സമയത്ത് ഇത് ഏറ്റവും ആദ്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് അധികം അതിന് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ അമ്മേനെ ഇവിടെ കൊണ്ടുവന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മമ്മി. ശേഷം കടന്നു തന്നെ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും, എൻ്റെ ചേട്ടനും സിസ്റ്റർക്കും, ബാക്കി മീഡിയ, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ എല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനം. ഒരു കോവിഡ് കാലം വേണ്ടി വന്ന് ഞാനിങ്ങനെ ചിന്തിക്കാം. കോവിഡിന് ഞങ്ങളുടെ കലാസുഹൃത്തുക്കൾ എല്ലാവരും ഒരു വാട്സപ്പ് ഗ്രൂപ്പുകൾ, പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവരൊരു സംഘടനയാണ് കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി. നമ്മുടെ ലാലേട്ടൻ അതിൽ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചെറിയൊരു ഇൻസിഡന്റ് പറയാം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ 2 കലാകാരന്മാർ മെസ്സേജിന്റെ ചെയ്യുന്ന സമയത്ത് കോവിഡിന്റെ അവസ്ഥ മൂലം പൈസ ഇല്ലാത്തതിന്റെ പേരിൽ സൂയിസൈഡ് ചെയ്യേണ്ട ഒരു ഘട്ടം വന്നിരുന്നു. അത് എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ഞങ്ങൾ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ചു നേരം കഴിയുമ്പോൾ മെസ്സേജ് കാണുന്നില്ല. കാരണം ഹി ഹാസ് ലോസ്റ്റ് ഹിംസെൽഫ്. അങ്ങനെ 2 പേരും, ഒരു സൗണ്ട് എഞ്ചിനീയറും സൗണ്ട് ഓണറും കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട വന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് ഞാനൊന്ന് ചിന്തിച്ചു തുടങ്ങിയത്. എനിക്കൊരു 2 വർഷം ഞാനൊരു വയ്യാതായി കിടന്നു, അല്ലെങ്കിൽ ഇതേപോലുള്ള കലാകാരന്മാർ വയ്യാതായി പോയി കഴിഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവരൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമ്മുടെ കൂടെ ഉണ്ടാവില്ല ആ സമയത്ത്. പല അനുഭവങ്ങളും ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. പിന്നെ വിചാരിച്ചു, ഞാനൊരു അന്നൊക്കെ 1 മാസം പ്രോഗ്രാമിന് പോകുന്നതുകൊണ്ടാണ് ആ മാസം പോകുന്നത്. ഇന്ന് ആ കാലഘട്ടം കഴിഞ്ഞ് ദൈവം കുറച്ചുകൂടി അനുഗ്രഹം തന്നു. പക്ഷെ അന്നത്തെ ഘട്ടങ്ങളിൽ പല കലാകാരന്മാരും പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് എൻ്റെ രീതിയിലേക്ക് ശ്രമിച്ചു. പക്ഷെ എനിക്ക് തോന്നി ഇതൊന്നും നിൽക്കില്ല. എൻ്റെ കാര്യം അങ്ങനെയാണ്, നമ്മുടെ എല്ലാവരും കാര്യം, എല്ലാവർക്കും ഒരു അൺസെർട്ടനാണ് ലൈഫ്. എവ്രി വൺ ഈസ് അൺസെർട്ടൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, മ്യൂസിക് അല്ലാതെ, പെർഫോമൻസ് അല്ലാതെ എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടാക്കണം. അങ്ങനെ സുഹൃത്തുക്കളൊക്കെ എന്തെങ്കിലും ശ്രദ്ധിക്കും, എന്താ വേണ്ടത്. ആദ്യം പല ഐഡിയാസ് വന്നു. അങ്ങനെയാണ് ഒരു തീരുമാനത്തിലെത്തിയത്. വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ തന്നെ എന്തെങ്കിലും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു, എത്ര നാൾ 26 വർഷമായിട്ട് ഞാനൊരു പെർഫോമിംഗ് ആർട്ടിസ്റ്റാണ്. കുറച്ച് അവസരം സിനിമ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഞാൻ കുറെ ഇന്റർനാഷണൽ നാഷണൽ പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് സംഗീതത്തിനും സിനിമയ്ക്കും എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന് ഒരാഗ്രഹമായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഷൂട്ടിംഗ് ഫ്ലോർ തുടങ്ങുന്നത്. കുറെ കഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞ ഒരു ചോര പണിയുന്ന പോലും ഞാൻ കണ്ടു നിന്നിട്ടില്ല. നമ്മൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എനിക്ക് ജീവിക്കുന്നത്. പക്ഷെ ഇതൊരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പേരുടെ സപ്പോർട്ടും എല്ലാവരെയും ഉണ്ടായിരുന്നു. സപ്പോർട്ട് അന്ന് നിന്നുകൊണ്ട്. പിന്നെ എനിക്ക് കീബോർഡ് പ്ലെയർ ആണ്, കാര്യം ശരിയാണ്. നമ്മൾ ലീഗിലൊക്കെ പെർഫോം ചെയ്യുമ്പോഴും എനിക്കും ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ലിമിറ്റേഷൻ വന്നു. ശരിയപ്പോൾ ഞാൻ സ്റ്റക്കായി.
എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് 3 ഫ്രണ്ട്സ് എൻ്റെ കൂടെ നിന്നു. അവരെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പൊ എല്ലാവരുടെയും കൂടി ഒരു സപ്പോർട്ടാണ് ഈ ഒരു ഫ്ലോർ ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ലാലേട്ടൻ നമ്മുടെ മലയാളത്തിലല്ല ഇന്ത്യൻ സിനിമ ലോക സിനിമയിൽ നിറകിലെത്തുക നമ്മുടെ ലാലേട്ടന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറയും, അടുത്തൊരു 7-10 വർഷത്തിന് മുമ്പ്, വർഷം കഴിയുന്നതിന് മുമ്പ് നമ്മുടെ മലയാളത്തിലെ 2 ഓസ്കാർ അവാർഡ് വരാനുള്ള എല്ലാ സ്കോപ്പും, അതിനുള്ള നല്ല ടെക്നീഷ്യൻസും നടന്മാരും ആർട്ടിസ്റ്റുകളും നമ്മുടെ മലയാളത്തിലുണ്ട്. നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു വീക്ഷണമാണല്ലോ, അല്ലെങ്കിൽ ഒരു വിഷനാണ്. ഗ്രാമി അവാർഡ് വരണം, നമുക്ക് ബിൽബോർഡ് അവാർഡുകൾ മലയാളത്തിലെ അല്ലെങ്കിൽ മലയാള മ്യൂസിക് അല്ലെങ്കിൽ ഇന്ത്യൻ മ്യൂസിക് ചെയ്തത് കേരളത്തിലോട്ട് കൊണ്ടുവരണം. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ ഒരു SD സ്കെയിൽ. ഇതൊരു മൾട്ടിപർപ്പസ് ഹോളാണ്. ഇവിടെ ഷൂട്ടിംഗ് നടക്കും, അല്ലാത്ത പക്ഷേ ഇതുപോലെ ഇവന്റുകൾ നടത്തുന്ന സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ്പോ നടത്തുന്ന സ്കോപ്പുകളുണ്ട്. അപ്പോൾ എല്ലാം ഒരു മൾട്ടിപർപ്പസ് ആണെങ്കിലും എനിക്ക് ഇതിന്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്, നമ്മുടെ എന്തൊരു ഇന്ത്യയില് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. നീതാംബാനി കൾച്ചർ സെന്ററിൽ വന്നിട്ടുണ്ട്. നമ്മുടെ BBC എടുത്തു നോക്കുകയാണെങ്കിൽ BBC റേഡിയോയിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ലിസണിങ് വന്നിട്ട് മോശമാണ്. ശ്രദ്ധിച്ചിട്ടാന്ന് അറിയില്ല. ഇപ്പോ സ്പേഷ്യൽ എയർപോർട്ട് വെച്ച് കഴിഞ്ഞാൽ സ്പേഷ്യൽ ലിസണിങ് ഉണ്ട്. ഈ സ്പേഷ്യൽ ലിസണിങ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകത മിക്സാണ്. ഈ മിക്സിന് വേണ്ടിയിട്ടാണ് 100-120 ട്രാക്ക് വേണം. 100-120 ട്രാക്ക് ഒരു ലൈവ് പെർഫോമൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ 120 മൈക്ക് വെക്കണം. ഈ ഹാളിൽ നമുക്ക് 120 മൈക്ക് വെക്കാനുള്ള എക്യുപ്മെന്റ് ആണ് ഈ ഒരു ഹാൾ. അങ്ങനെയാണ് ആ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ പുറകിൽ നോക്കിയാൽ PCR ഉണ്ട്, ഇതിന്റെ ക്രിയേറ്റീവ് റൂംസ് ഉണ്ട്. ഇതിലെല്ലാം ഈ ടെക്നോളജി നമ്മൾ ഫിറ്റ് ചെയ്ത് വി വാണ്ട് ടു ഡു അറ്റ്മോസ്റ്റ് ലിസണിങ് കോൺസെർട്ട്. ഇപ്പൊ കോൾപ്ലേ എന്നുള്ള ബാൻഡുകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം അറ്റ്മോസ്റ്റ് ലിസണിങ് ഓൾറെഡി തുടങ്ങി, ലോകത്ത് തുടങ്ങി. നമുക്കത് കൊച്ചിയിൽ കൊണ്ടല്ലോ, നമുക്കത് കേരളത്തിൽ കൊണ്ടല്ലോ. ഇങ്ങനെ ലിസണിങ് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലെവൽ ഓഫ് തിങ്കിങ് മാറും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് ഈ ഹോള് നടന്നിരിക്കുന്നത്. പിന്നെ അതിന്റെ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഒരു കലാകാരനുണ്ട്, നമുക്ക് കഴിവുണ്ട്, കലാകാരനാണ്, പക്ഷെ അവസരം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓപ്പർച്യൂണിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഞാനിത് തുടങ്ങുന്നതിനെക്കാട്ടിൽ ഒരു 3 മാസം മുമ്പ് ഞാൻ ആലോചിച്ചു എന്തൊക്കെ പ്രോഗ്രാംസ് വരും, അല്ലെങ്കിൽ എന്ത് ഷൂട്ടാണ് വരാൻ പോകുന്നത്. പക്ഷെ ഒന്നും എനിക്ക് ദൂരം പോകേണ്ടി വന്നില്ല. നമ്മുടെ ആന്റണി ചേട്ടന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ആശീർവാദ സിനിമയുടെ ഏറ്റവും അടുത്ത സിനിമ അടുത്ത ആഴ്ച മുതൽ ഇവിടെ ഷൂട്ടിങ്ങിന് വർക്ക് തുടങ്ങാണ്. താങ്ക് യു സോ മച്ച്. ഇത് ഞാനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ടാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി ടു ബ്രിങ് അസ് ദ ഫെസിലിറ്റേഷൻ. അപ്പോൾ ലാലേട്ടന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന വ്യക്തികൾ, നടന്മാരല്ല, വ്യക്തികളിൽ ഒന്നാണ് ലാലേട്ടൻ. എനിക്ക് ലാലേട്ടന്റെ പ്രസൻസിലേക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ലാലേട്ടൻ്റെ കൂടെ രാജ്യങ്ങളിൽ പോയി പെർഫോം ചെയ്തിട്ടുണ്ട്. മാധവൻ സാറും സാക്ഷിയാണ്. സാറിന്റെ കൂടെ ഒക്കെ ഞാൻ എനിക്ക് ട്രാവൽ ചെയ്യാനുള്ള വളരെ വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ലാലേട്ടന്റെ മകളുടെ ആദ്യത്തെ സിനിമയാണ് ഈ തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാം കൊണ്ടും ഈ ഒരു ഹോള് അനുഗ്രഹിക്കപ്പെട്ടാണ്. ഇന്ന് ഇതിന്റെ ഉദ്ഘാടനത്തിന് ലാലേട്ടൻ തന്നെ വന്നത്. ലാലേട്ടൻ, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ബ്ലെസ്സിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് പാർട്ട് ഓഫ് ദിസ്. അതുപോലെ തന്നെ എല്ലാവരും, ഞാൻ ആരാധിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, എന്റെ മുൻനിരയിൽ നിൽക്കുന്നവരും പുറകിലിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. സോ മച്ച് ടു ഗോ. കേരളത്തിന് ചെയ്യാൻ, മലയാളത്തിനും ഇന്ത്യക്കും ചെയ്യാൻ ഇനിയും വളരെ സാധ്യതകളുള്ള കഴിവുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ കുറച്ച് മുന്നോട്ട് എഴുതി കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ലോകം മുഴുവനും കൊച്ചിയിലോട്ട് കൊണ്ടുവരണം. ലോകം മുഴുവനും സുന്ദരഗിരിയിലോട്ട് കൊണ്ടു. ഈ സ്ഥലത്തിന്റെ പേര് സുന്ദരഗിരിയാണ്. സുന്ദരഗിരിയിലോട്ട് വരണം, കൊച്ചിയിലോട്ട് വരണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ ഓൾ ദ മീഡിയ. ഇനിയും കൂടുതലായിട്ട് നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. ഒരു തുടക്കമാവട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച് സിബിൽ ചേട്ടാ. ചേട്ടൻ നമ്മുടെ വേദിയിൽ റിമെയിൻ ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം അടുത്ത നമ്മുടെ ചീഫ് ഗസ്റ്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തതിനു ശേഷം നമ്മൾ നേരെ പോകുന്നത് ഭദ്രദീപം കൊടുക്കാനായിട്ടായിരിക്കും. ആൻഡ് നമ്മുടെ അടുത്ത ചീഫ് ഗസ്റ്റിനെ വെൽക്കം ചെയ്തതിന് മുമ്പ് സ്റ്റീഫൻ ചേട്ടൻ ഞാൻ പേഴ്സണലി ഒരു താങ്ക് യു പറഞ്ഞോണ്ട്. കാരണം നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ സെലിബ്രിറ്റീസിലെ ഒരുപാട് പേരോടൊപ്പം വേദി പങ്കിടാനും അവർ ഇന്റർവ്യൂ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, അടുത്ത വരുന്ന ഈ ഒരു ചീഫ് ഗസ്റ്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇദ്ദേഹത്തെ എന്ത് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്ത വേദിയിലേക്ക് ക്ഷണിക്കണം എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം ഐ ആക്ച്വലി ഔട്ട് ഓഫ് വേർഡ്സ്. ആൻഡ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഇവിടെ കിടന്നിങ്ങനെ എന്ന് പറഞ്ഞിട്ട് ബീറ്റ് ചെയ്യുകയായിരുന്നു. അപ്പൊ അത് തന്നെയാണ് നമ്മൾ മലയാളികളുടെ എല്ലാവരുടെയും ഒരു അഡ്രിനലിൻ റഷ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. അടുത്തതായി വേദിയിലേക്ക് വരുന്നത് the man himself, the one and only Mohan Lal. Please come on to the stage.
നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വളരെ സന്തോഷം, വളരെ അഭിമാനം. സ്റ്റീഫന്റെ വലിയ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു, കോവിഡ് സമയത്ത് ഉണ്ടായ ചില തിക്താനുഭവങ്ങളാണ് ഇതിലേക്ക് നയിച്ചത്. ആ സമയത്ത് സ്റ്റീഫൻ ഞാനുമായിട്ട് സംസാരിക്കുമായിട്ട് ഒരുപാട് പേർക്ക് ഒരു റെവലേഷൻ, ഒരു വെളിപാട് ഉണ്ടായ സമയമാണ്. പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ ഒരു പക്ഷേ ഈശ്വരൻ ഇങ്ങനൊരു കാര്യം സ്റ്റീഫൻ ചെയ്യണമെന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അദ്ദേഹം സംഗീത ലോകത്തിനും സിനിമയ്ക്കും എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണ്. അതേ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് കൂടുതൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ സ്റ്റുഡിയോയിൽ നേരത്തെ വന്നിട്ടുണ്ട്. ഇതിന്റെ പണി നടക്കുന്ന സമയത്ത് ഒരു അമേസിംഗ് സ്ഥലമാണ്. ഈ സുന്ദരഗിരിയെ കൂടുതൽ സുന്ദരമാക്കാൻ പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ടുണ്ട്. ഇത് മാറും എന്നത് ഒരു സംശയമില്ല. അദ്ദേഹം പറഞ്ഞ പോലെ സ്റ്റീഫന്റെ അമ്മയുടെ പ്രാർത്ഥന, പ്രാർത്ഥനയൊക്കെ ഇതിന്റെ പുറകിലുണ്ട്. ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഒരു സ്ഥലമായിട്ട് മാറുമ്പോൾ മ്യൂസിക്കിന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ പോലെ മ്യൂസിക് തന്നെ ഒരു വലിയ പോസിബിലിറ്റിയാണ്. കേരളത്തിന്റെ മ്യൂസിക് അല്ലെങ്കിൽ ഇന്ത്യയുടെ മ്യൂസിക് എന്നൊന്നുമല്ല. നമുക്ക് മ്യൂസിക്കുകാരെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും അക്വസ്റ്റിക്സ് വൈസ് നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്പേസ് ഉണ്ട്, ഒരു വലിയ പ്രോഗ്രാം ചെയ്യാനുള്ള എല്ലാവിധ പോസിബിലിറ്റീസും ഉള്ള സ്ഥലമാണ്. അതുപോലെ ഷൂട്ടിംഗ്, വളരെയധികം സന്തോഷം. ഇങ്ങനെ എൻ്റെ അടുത്ത സിനിമ ഞാൻ തുടക്കം അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ ഒരു സെറ്റും ഇവിടെ വെച്ച് ചെയ്യാൻ സാധിച്ചു. അതിനൊരു നന്ദി അങ്ങോട്ട് പറയുന്നു. താങ്ക് യു വെരി മച്ച്. എന്തായാലും വളരെയധികം സന്തോഷം. ഇതിനെക്കുറിച്ച്, ഈ സെറ്റിനെ കുറിച്ച് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. കേരളത്തിലെ ഒരുപാട് സ്റ്റുഡിയോസ് ഉണ്ട്, പക്ഷെ എപ്പോഴും സ്റ്റുഡിയോ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. ഈ സ്റ്റുഡിയോ തന്നെ പല ഷൂട്ടിങ്ങുകൾക്കായിട്ട് മാറ്റാം. അപ്പുറത്തെ ഫ്ലോറിൽ ഞാൻ കണ്ടതാണ്. ഇത് വലിയൊരു പ്രസ്ഥാനമായി മാറട്ടെ. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും സ്റ്റീഫനുമായിട്ട് ബന്ധം എനിക്കറിയാം. നമ്മൾ സ്റ്റീഫനെ മനസ്സിലാക്കുന്നത് ഒരു പ്രോഡക്റ്റാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഈശ്വരൻ സൃഷ്ടിച്ച ഒരു കലാകാരനാണ്. എപ്പോഴും ഞാൻ പറയാം, അദ്ദേഹത്തിൻ്റെ കൈവരുത്തുകൾക്ക് ഒരു പ്രത്യേക എന്താ പറയുക, ഈശ്വരാനുഗ്രഹമുണ്ട്. എപ്പോഴും നിലനിൽക്കട്ടെ. എല്ലാം മാറും ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്റ്റീഫൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം ചെയ്ത സിനിമ ഞാൻ അഭിനയിച്ച സിനിമയാണ്. ഒരുപാട് ഷോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഷോ ചെയ്യാനായിട്ട് യുഎസിൽ പോവാണ്. ഞാൻ കൊണ്ടും എന്താ പറയേണ്ടത്, എപ്പോഴും വളരെ പ്ലസൻ്റായിട്ട് സംഗീതത്തെ സ്നേഹിക്കുന്നതിനുപരി മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പുകഴ്ത്തൊന്നുമല്ല, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് യുഎസിൽ വന്നിട്ട് മാധവൻ സാറൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ വരണമെങ്കിൽ ഇതിൻ്റെ പുറകിലൊരു സ്നേഹം, ആ സ്നേഹവും പ്രാർത്ഥനയും എപ്പോഴും സ്റ്റീഫൻ ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്റ്റീഫിന് എല്ലാവിധ അനുഗ്രഹങ്ങളും സർവശക്തി തരട്ടെ. ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് പ്രാർത്ഥനയോടെ ഇതിൻ്റെ കാരണം ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ചതിനുള്ള സന്തോഷവും ഒരു അഭിമാനവും പങ്കുവെച്ചുകൊണ്ട് ഞാൻ ആ കർമ്മത്തിലേക്ക് കടക്കാം. താങ്ക് യു ലാലേട്ട, താങ്ക് യു സോ മച്ച്. ഈ ഒരു വേദി ഓൾറെഡി ധന്യമായി കഴിഞ്ഞു ലാലേട്ടന്റെ ഒരു പ്രസൻസോട് കൂടിയിട്ട്. നമുക്ക് അടുത്തതായി ഭദ്രദീപം കൊളുത്തുന്ന ചടങ്ങിലേക്ക് കടക്കാം. ഇവരെ ജോയിൻ ചെയ്യാനായിട്ട് ഫ്യൂ മോർ സെലിബ്രിറ്റീസ് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ആദ്യമായി മേ ഐ ഇൻവൈറ്റ് മാധവൻ സർ, സിദ്ദിഖ, സുരേഷ് പീറ്റർ സർ, പ്രകാശ് വർമ്മ സർ, പ്രൊഡ്യൂസർ രഞ്ജിത്ത് സർ, ആന്റണി പെരുമ്പാവൂർ സർ, MG സർ, ആൻഡ് സ്റ്റീഫൻ ചേട്ടന്റെ ഫാദർ ആയിട്ടുള്ള ദേവസി സാറിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാന് 3 സുഹൃത്തുക്കളേക്ക് ഞാൻ സ്റ്റേജിൽ വിളിക്കാം. നമുക്ക് ജൂഡേട്ടനെ കൂടി നമുക്കൊന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ? ജൂഡേട്ട, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. ഞാൻ 3 പേരെ കൂടി എനിക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള 3 ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഐ വാണ്ട് ടു കോൾ അജി കുമരൻ ബ്രോ പ്ലീസ്,
And I want to call Tommy Maliakal and I want to call Renju Raj. മൂന്ന് പേരാണ് നമ്മുടെ ഒഫീഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. So I want to call 3 of them. ഞാൻ പല സ്റ്റുഡിയോസ് സന്ദർശിച്ചിട്ടുണ്ട്, ഹോളിവുഡും ബോളിവുഡും ഒക്കെ ഉണ്ട്. അപ്പൊ മലയാള സിനിമ വളർച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ വലിയൊരു ബ്രാൻഡ് എന്ന് പറയുന്നത് ലാലേട്ടനാണ്. അപ്പൊ ലാലേട്ടൻ ചെയ്ത കാര്യം മറ്റെല്ലാം മാറ്റി നിർത്തിയാലും മലയാള സിനിമയെ ലോക സിനിമാ മാപ്പിലേക്ക് കൊണ്ടു. അതുവരെ അറിയാത്തൊരു കൊച്ചു ഭാഷ, 3 കോടി ജനം, 145 ക്രോറുള്ളതിൽ 3 കോടി ജനതല്ല, ചെറിയൊരു കൊച്ചു കേരളത്തെ ലോക സിനിമാ മാപ്പിൽ കൊണ്ടുപോകും. പക്ഷെ അതിനനുസരിച്ച് മലയാള സിനിമയുടെ പ്രോഗ്രസ് ചെയ്യാതിരിക്കാനുള്ള കാരണം അതിനുള്ള ഇൻഫ്രാ ഫെസിലിറ്റീസ് ഇല്ലാതില്ലായിരുന്നു. അപ്പൊ സ്റ്റീഫനെ പോലുള്ള ഒരാള് ഇങ്ങനെ ഒരു മുന്നോട്ട് സ്റ്റീഫൻ പറഞ്ഞാൽ വളരെ ടച്ചിങ് വാക്കാണ്. എനിക്ക് കിട്ടിയത് എന്തെങ്കിലും തിരിച്ചു കൊടുക്കേണ്ട ഈ ഇൻഡസ്ട്രിക്ക് എന്നുള്ള ഈ ഏജില് സ്റ്റീഫൻ അതിന് മുതിരുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ്, വലിയൊരു ഇനീഷ്യേറ്റീവ്. തിരിച്ചു കൊടുക്കണം. 70-80 വയസ്സാൾക്കാർക്ക് തോന്നാത്ത കാര്യമാണ് സ്റ്റീഫൻ ഈ കൊച്ചു പ്രായത്തിൽ തിരിച്ചു കൊടുക്കുന്നു പറയുന്നത്. അത് ഞാൻ കണ്ടു. PCR 55 ഫീറ്റ് വരുന്നത് ഇത്രയും വലിയൊരു സ്റ്റുഡിയോ ഇവിടെ കെട്ടിപ്പടുന്നത്. ഇതൊരു കൊമേഴ്സ്യൽ ത്രെഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഒരുപാട് സമയം എടുക്കും, എനിക്കറിയാം ഇതിന്റെ ബിസിനസിന്റെ കാര്യം. പക്ഷെ അതെല്ലാം അപ്പുറം കൊച്ചി അതിന് സജ്ജമാക്കുക ഈ പ്രായത്തില് എല്ലാവരുടെ ആശംസകളും നൽകുന്നത്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ സ്റ്റീഫനിന്റെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് സംസാരിച്ചിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ എപ്പോഴും സ്റ്റേജിൽ വരുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. അദ്ദേഹത്തിന്റെ മാന്ത്രികമായ വിരലുകൾ കണ്ട് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. അത് കഴിഞ്ഞ് എന്തെങ്കിലും പ്രോഗ്രാമിന്റെ റിഹേഴ്സലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്റ്റീഫനുമായിട്ട് സംസാരിക്കുമ്പോൾ ഇയാൾ ഇത്രയധികം സിമ്പിളായ ഒരു മനുഷ്യനാണെന്ന് ആലോചിക്കുമ്പോഴും സ്റ്റീഫൻ അത്ഭുതപ്പെടുത്താറുണ്ട്. ഇങ്ങനൊരു പ്രസ്ഥാനം തുടങ്ങി സിനിമയുടെ എല്ലാ സാങ്കേതിക വിദ്യകളും കൂടെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവന്നിട്ട് ഇങ്ങനൊരു വലിയ പ്രസ്ഥാനമാക്കി വളർത്തി കൊണ്ടുവരാന്ന് പറയുന്നു. ആ രീതിയിൽ സ്റ്റീഫൻ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഞാനിപ്പോൾ സിനിമയിൽ വന്ന കാലത്ത് ഡബ് ചെയ്യാൻ വേണ്ടി മാത്രം മദ്രാസിൽ പോകേണ്ട സമയമായിരുന്നു. ഒരു ഫെസിലിറ്റി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് നമ്മുടെ സിനിമ വളർന്നപ്പോൾ എല്ലാം നമ്മുടെ നാട്ടിലേക്ക് വന്നു. സ്റ്റീഫൻ പറഞ്ഞതുപോലെ വലിയ വലിയ പുരസ്കാരങ്ങൾ, ഓസ്കാർ അവാർഡ് പോലുള്ള പുരസ്കാരങ്ങൾ മലയാളത്തിലേക്ക് വരും എന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് മറ്റ് സിനിമകളും ബോളിവുഡ് സിനിമകൾ വരെ ഇനി നമ്മളെ ആശ്രയിച്ച് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. ഈ പ്രസ്ഥാനം വളർന്നു വലുതാവും. ഇവിടെ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്.
ഇപ്പൊ സിനിമാ നടനെന്ന നിലയ്ക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഒരു കുടക്കീഴിൽ ഇങ്ങനെ ഒത്ത്, അത് ഞാൻ താമസിക്കുന്നതിനോട് വളരെ അടുത്ത് കിട്ടുക എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി ഞാനത് ഒരുപാട് ആസ്വദിക്കുന്നു. ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയ സ്റ്റീഫനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇങ്ങനൊരു വളർച്ച, ഇതിലൂടെ സിനിമയ്ക്ക് പിന്നെ ഒരു വലിയ വളർച്ച ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ പ്രസ്ഥാനം വളർന്നു വലിയൊരു നിലയിലെത്തട്ടെ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ആശംസിക്കുന്നു. കൂടാതെ ഈ ചടങ്ങിന് സ്റ്റീഫനെ ക്ഷണിച്ചതിനും ഇത്രയും വലിയൊരു ചടങ്ങിന് സാക്ഷിയാകാൻ സാധിച്ചതിലും ഞാൻ എന്റെ സന്തോഷം പങ്കുവെക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. നമസ്കാരം. നമസ്കാരം. സ്റ്റീഫൻ ദേവസി ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ അർപ്പണ മനോഭാവം, സംഗീതത്തിനുള്ള അർപ്പണ മനോഭാവം കൊണ്ട് മാത്രമാണ് അദ്ദേഹം സിനിമയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ഇങ്ങനൊരു മനോഹരമായിട്ട് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 സ്റ്റുഡിയോ അദ്ദേഹം ഇവിടെ സ്ഥാപിച്ചു. അതിന് അദ്ദേഹത്തിന്റെ കൂടെയുള്ള എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇതൊരു വൻ വിജയമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, നമ്മളെല്ലാം നമ്മുടെ സ്വന്തം ലാലു പറയുന്ന കേട്ടിട്ടുണ്ട്, സവാരി ഗിരിഗിരി എന്ന് പറയാം. സുന്ദരഗിരി അല്ലെ, സവാരി ഗിരിഗിരി. സുന്ദരഗിരി ഒരു ഐശ്വര്യമായിട്ടുള്ള സ്ഥലമാണ്. കാരണം സവാരിഗിരി ഒരുപാട് ഹിറ്റായി മാറിയ ഒരു വേണമാണ്. അതുപോലെ തന്നെ ഈ സുന്ദരഗിരിയിൽ തുടങ്ങിയ ST എസ്കേപ്പും അതുപോലെ തന്നെ ഉയരങ്ങളിലോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തരുന്നു. ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ലക്ക്. എല്ലാവർക്കും നമസ്കാരം. വളരെ വർഷങ്ങളായിട്ട് വളരെ അടുപ്പമുള്ള എൻ്റെ അടുത്ത ഒരു സുഹൃത്താണ് സ്റ്റീഫൻ. അപ്പോൾ സ്റ്റീഫൻ തുടങ്ങുന്ന ഈ ഒരു സംരംഭത്തിന് ഇവിടെ വരികയും സ്റ്റീഫന്റെ ഇതിൽ പങ്കെടുക്കാൻ വലിയ സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് തന്നെ എൻ്റെ മിക്ക സിനിമകളും സ്റ്റീഫന്റെ സ്റ്റുഡിയോ. സ്റ്റീഫൻ വർഷങ്ങളായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, അല്ലെങ്കിൽ സംഗീതത്തിന് വേണ്ടിയൊക്കെ മാത്രം ജീവിക്കുന്ന ഒരാളാണ്. അപ്പോ മദ്രാസിലുണ്ടായിരുന്ന സ്റ്റുഡിയോയിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവസാനം തുടരുമെന്നുള്ള സിനിമയുടെ സോങ്ങും സ്റ്റീഫന്റെ സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. പല പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. ഏറ്റവും എന്നെ ആകർഷിച്ചത് ഈ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഇത്രയും മഹത്തായ ഒരു സ്റ്റുഡിയോ കൊണ്ടുവന്നുകൊണ്ടാണ്. ഈ നിർമ്മാതാക്കൾക്കും സിനിമ നിർമ്മിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഒരുപാട് ഗുണം കിട്ടുന്ന ഒരു വലിയ സംരംഭം തുടങ്ങുന്നതിന് സ്റ്റീഫന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. സ്റ്റീഫൻ എന്നെ ആക്ച്വലി ഒരു മാസം മുമ്പ് ഇങ്ങനെ ഒരു ഫ്ലോറിനെ പറ്റി സംസാരിക്കുകയും വന്ന് കാണണം എന്നൊക്കെ പറയണ്ടായി. എനിക്കതിന് സമയമുണ്ടായില്ല. പക്ഷെ ഇന്നാണ് എനിക്ക് വരാൻ സാധിച്ചത്. ശരിക്കും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ മിക്കവാറും പല സ്റ്റുഡിയോ ഇന്ത്യയിലും വെളിയിലും ഒക്കെ വർഷങ്ങളായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ധാരാളം സെറ്റുകളും കാര്യങ്ങളും ഒക്കെ. അതിൽ മിക്കവാറും ഭൂരിഭാഗം ഷൂട്ട് മിക്കവാറും ബോംബെയിലായിരിക്കും. വലിയ സെറ്റുകളൊക്കെ ഉണ്ടാവും. അത് വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ്. കാര്യം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്ലോറ്. പക്ഷെ അതിന്റെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ലാതെ നമ്മളവിടെ കാർപ്പറ്റൊക്കെ ഇട്ട് കവർ ചെയ്യും. മുളയും വടിയിലൊക്കെ ആൾക്കാർ തൂങ്ങിക്കിടന്നൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. വലിയ സിനിമയായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു ആഡ് ഫിലിം ആയിരിക്കും. റിയൽ എസ്റ്റേറ്റിന്റെ കാര്യങ്ങളുണ്ടോ എന്തുകൊണ്ടാണെങ്കിലും നമുക്കൊട്ടും ഒരു തൃപ്തി വരാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ സത്യത്തിൽ കാര്യം ഒരു സ്റ്റുഡിയോ ഫ്ലോർ ഉണ്ടാക്കുമ്പോൾ ഒബ്വിയസ്ലി സ്റ്റീഫൻ ഇതിന്റെ പുറകിൽ പല കാര്യങ്ങളും ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. അതായത് മ്യൂസിക്, കോൺസേർട്ട്, പല കാര്യങ്ങളും. ഞാൻ ഒരു ഫിലിം ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആലോചിക്കുമ്പോൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫാക്ട് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അതിന് ധാരാളം റിസർച്ച് അതിന്റെ പുറകിൽ പോയിട്ടുണ്ട്, ധാരാളം പാഷൻ. അത് ശരിക്കും ഞാൻ കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലാക്കിയത് ഇത് തീർച്ചയായിട്ടും ഒരു ചരിത്രത്തിന്റെ തുടക്കം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എപ്പോ ഒരു അവസരം കിട്ടിയാലും കേരളത്തിൽ വരിക എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചൊരു ബ്രീതിങ് സ്പേസ്.
ഇത് എന്നെ സംബന്ധിച്ചൊരു എക്സ്ട്രീംലി കംഫർട്ടബിൾ സ്പേസ് ആണ്. എനിക്ക് പല കാര്യങ്ങളും ഇനി ചിന്തിക്കാനും പ്ലാൻ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം. അപ്പോ നിങ്ങളെല്ലാവരും സ്റ്റീഫനെ പറ്റി ഒരു മ്യൂസിഷ്യനായിട്ടാണ് അറിഞ്ഞിരുന്നെങ്കിലും ഇനിയും സ്റ്റീഫനെ നിങ്ങൾ കുറെ അറിയാനുണ്ട്. ഞാൻ അപ്പോ all the very best, Stephen, and for the entire SD Schemes team members. Good luck and wish you all the best. സന്തോഷം, വളരെയധികം സന്തോഷം. ഞങ്ങളുടെ ഇത് ഒരു സ്റ്റീഫന്റെ ഈ ചടങ്ങിലേക്ക് വരാൻ സാധിച്ച സന്തോഷം. കാരണം ഞാൻ കുറച്ച് ദിവസം മുൻപ് ഒരു മോഹൻലാൽ സാറ് പറയുന്നുണ്ട് എനിക്ക് ഈ ചടങ്ങിൽ പോകണമെന്ന്. അപ്പോൾ ശരിക്കും സൗഹൃദങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ നിൽക്കുന്ന ഒരാളാണ് ലാൽ സാർ. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള സൗഹൃദവും ലാൽ സാറിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളും ഒരുപാട് വർഷമായിട്ടുള്ള ബന്ധമാണ്. നിങ്ങളെ സുഹൃത്തുക്കളായി സൂക്ഷിക്കുന്ന പോലെ എല്ലാവർക്കും സാധിക്കട്ടെ. ഈ സംരംഭം തുടങ്ങാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായി മലയാള സിനിമയ്ക്ക് ഞാൻ കാണുന്നു. കാരണം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും എന്ന് വന്ന് കാണുമ്പോൾ മനസ്സിലാവും. മലയാള സിനിമയിലുള്ളവരെല്ലാം ഇതിനെ അതിയായി സപ്പോർട്ട് ചെയ്യണമെന്ന് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുന്നു. ഈ അവസരത്തിൽ ആദ്യം സംസാരിച്ച പോലെ തന്നെ മോഹൻലാൽ സാറിന്റെ മകൾ വിസ്മയ ആദ്യമായി അഭിനയിക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഇവിടെയാണ് തുടങ്ങുന്നത്. അതിനും ഞങ്ങൾക്ക് ഒരു ഭാഗ്യമുണ്ടായി. ഇത് ഒരു വലിയ തുടക്കമാകട്ടെ. അതിയായ സന്തോഷത്തോടെ എല്ലാ പ്രാർത്ഥനയോടും കൂടി നന്ദി. ഇത്ര വലിയ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ചെറിയ സംഭവം ഇത് ഞങ്ങൾ ശരിക്കും ഈ ഒരു പടത്തിന് ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഒരു അപൂർവം ചില സ്ഥലങ്ങൾ ഉണ്ടാവാറുള്ളൂ. അതിലൊന്ന് ഈ ഫോറായിരുന്നു. കാരണം ഞങ്ങളിത് വന്ന് കണ്ടപ്പോൾ തന്നെ ഇത് എങ്ങനെയെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് സ്റ്റീഫൻ ദേവസ്യം അറിഞ്ഞത്. സ്റ്റീഫൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി എനിക്കറിയില്ലായിരുന്നു. എന്തായാലും മലയാള സിനിമയിൽ ഒരുപാട് നല്ല സാധ്യതകൾ തുറക്കുന്ന ഇങ്ങനെ തന്നെ മലയാള സിനിമയിലെ ഒരു ചെറിയ സമുദായത്തിന്റെ എന്റെ നന്ദി ഞാൻ സ്റ്റീഫനോട് പറയുകയാണ്. ഓൾ ദി ബെസ്റ്റ് ഇതൊരു വിജയമാകട്ടെ. താങ്ക് യു സോ മച്ച്. നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കാനായി അജി കുമരൻ സാറിനെ ക്ഷണിച്ചു. ബിഫോർ അജിനെ വിളിക്കുന്നതിനെക്കാട്ടിലും മുമ്പ് അജിനെ ഞങ്ങളെല്ലാവരും പരിചയപ്പെട്ടിട്ട് ഒരു മാസമായിട്ടുള്ളൂ. ഒരു മാസം കൊണ്ട് ഞങ്ങളുടെയൊക്കെ ഹൃദയം കീഴടക്കി. ലാലേട്ടനും അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന മാധവൻ സാറടക്കം എല്ലാവരെയും സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ഒരു വ്യക്തിയാണ് അജിയേട്ടൻ. അജിയേട്ടൻ ഇതിലൊരു ഇൻവെസ്റ്ററാണ്. ഈസ് വൺ ഓഫ് ദ അമേസിംഗ് പേഴ്സൺ വിച്ച് ഐ ഹാവ് മെറ്റ് ഓൾ ദ വേ ഫ്രം ഡാലസ്. അടുത്ത് മലപ്പുറം ജില്ലക്കാരനാണ്, പക്ഷെ ഡാലസിന്റെ വർഷങ്ങളായിട്ട് ജീവിക്കുന്നു. ഇന്നൊരു കമ്പനിയുടെ സിഇഒ ആണ് അദ്ദേഹം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നോക്കിയാലൊക്കെ അറിയാം. ഐ ജസ്റ്റ് വോണ്ട് ടു ബ്രിങ് അജി ശരിക്കും ശബരിമലയ്ക്ക് വന്നാണ് ഇവരെല്ലാവരും. അപ്പോൾ ഐ എം സോ ഹാപ്പി ദാറ്റ് യു ആർ ബീൻ പാർട്ട് ഓഫ് ദിസ് ആൻഡ് for coming here because it's your place. What you just speak two words and talk. സംസാരിക്കാനൊന്നും അറിയില്ല. 6,000-7,000 പേരുടെ മുമ്പിൽ സംസാരിച്ച് തകർക്കുന്ന ആളാണ്. I really don't know what to say. സ്റ്റീവനെ ഞാൻ ആദ്യമായിട്ടൊന്നുമില്ല അറിഞ്ഞിട്ട്. മാത്യു മക്കോനഹെ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് വാങ്ങിയപ്പോൾ ചോദിച്ചു എന്താണ് നിങ്ങളുടെ സ്പീച്ച് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു I want someone to look up to, someone to look forward to, and someone to chase. സ്റ്റീവന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സ്റ്റീവൻ എന്നും ഞാൻ സ്റ്റീവനോട് എന്നും സംസാരിക്കും. എന്നും എല്ലാത്തിനും ഉപരി ദൈവത്തിനെ മുമ്പിൽ വെച്ച് that is someone he looks up to. I think he looks up to God, he looks up to the divine almighty, and he speaks about it all the time. And he looks forward to his family every day. He talks about his family. In fact, I learn from him every day his genuine love for his family. Most importantly, someone to chase. ആരെങ്കിലും ഒരാൾ നമ്മുടെ പിന്നാലെ ഓടണമല്ലോ. ആരെയാ ചേസ് ചെയ്യുക? He chases himself. He chases himself every day and does bigger and better things every day. Good luck, bro. Thank you so much. എനിക്കൊരാളെ സ്റ്റേജിലോട്ട് വിളിക്കണം. നമ്മുടെ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹം ഒരു പള്ളിയിൽ അച്ഛനാണ്. ഐ ജസ്റ്റ് വോണ്ട് ടു ബ്രിങ് ഫാദർ സിജോ പത്തപ്പള്ളി. അച്ഛൻ 2 വാക്ക്. അച്ഛൻ ബിലീവേഴ്സ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വലിയൊരു ബിലീവേഴ്സ് ചർച്ച് എന്ന് പറയുന്ന വലിയൊരു സംഘടനയുണ്ട്, ഒരു ഓർഗനൈസേഷൻ. അതിന്റെ മാനേജറാണ്.
താങ്ക് യു സ്റ്റീഫൻ. എനിക്ക് സ്റ്റീഫൻ ഇത് തുടങ്ങിയ സംഭവം പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് പോകുന്നത് കുഞ്ഞിന് മാഷിന്റെ ഒരു കവിതയാണ്. അതിങ്ങനെയാണ്: ഒന്നെങ്ങനെ എഴുതാം, വളവും വേണ്ട ചെരുവും വേണ്ട, കുത്തനെ ഒരു വര മുറിയ വര, ഒന്നായി നന്നായി, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. അപ്പം ഒന്നാകാനും നന്നാകാനും എല്ലാവർക്കും നന്നാകാനുള്ള അവസരമായി ഈ മഹാപ്രസ്ഥാനം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്റ്റീഫൻ നട്ടു വളർത്തിയ ആ ചെടി ഇന്ന് ഒരുപാട് പുഷ്പങ്ങൾ വഹിച്ചുകൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അതിന് സുഗന്ധം വളരെ മനോഹരമാക്കാൻ നമ്മൾ പറയും മലയാളികളെല്ലാം അഭിമാനിക്കുന്നതാണ്. പക്ഷെ ഞാൻ പറയും മലയാളികളുടെ അനുഗ്രഹമായ മോഹൻലാൽ, ശ്രീലാലേട്ടൻ അടക്കമുള്ളവർ ഇവിടെ വന്നത് സ്റ്റീഫന് തീർച്ചയായിട്ടും അനുഗ്രഹമാണ്. എല്ലാ ഭാവങ്ങളും തീർന്നു. സ്റ്റീഫന്റെ ഹൃദയം വളരെ വിശാലമുള്ള ഒരു ഹൃദയമാണ്. അതുകൊണ്ടാണ് ഒരുപാട് സുഹൃത്തുക്കൾ സ്റ്റീഫന് വേണ്ടി ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. എപ്പോഴും സുഹൃത്തുക്കളെ ചേർത്ത് പിടിക്കുന്ന സ്റ്റീഫന് നല്ലത് മാത്രം സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അവസാനമായി ഒരാൾ കൂടി പരിചയപ്പെടുത്തും. ലാലേട്ടന്റെ അടുത്ത വർഷത്തെ ഒരു 6 പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഓർഗനൈസറാണ്. ഞങ്ങളുടെ സുഹൃത്ത് തന്നെയാണ്. രഞ്ജുരാജ് ഈസ് ഓൾസോ an investor, official investor. നമസ്കാരം. ഇവിടെ സ്റ്റീഫിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഇത്. സോ ഇതിന്റെ ഒരു പാർട്ടാക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. സോ താങ്ക് യു ഫോർ എവരി വൺ. താങ്ക് യു ഓൾ. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. സോ സ്റ്റീഫൻ ചേട്ടന്റെ സംരംഭത്തിന് ഇവിടെ ഒരു തുടക്കം കുറിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ ജൂലിയേട്ടനൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരുടെയും ഏറെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ മകൾ വിസ്മയുടെ സിനിമ അഭിനയത്തിലേക്കുള്ള ഒരു തുടക്കം കൂടിയാണ്. അപ്പം അതിന്റെ ഒരു കരാർ കൈമാറ്റമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. STS Games ആദ്യമായി ചെയ്യുന്ന അവരുടെ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ആയിരിക്കും. സോ ഇതിലും ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാകില്ല. ഇത് നമുക്ക് എന്താ പറയാ, ഈ ഒരു വേദിയെ അങ്ങനെ വേണമെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു മൊമെന്റിനാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഡയറക്ടർ ആയിട്ടുള്ള ജൂഡ് ആന്റണി ജോസഫ് ഉണ്ട് വേദിയിൽ, പ്രൊഡ്യൂസർ ആന്റണി ചേട്ടനുണ്ട്, ആൻഡ് ഒപ്പം ലാലേട്ടനും കൂടിയുണ്ട്. സോ വാട്ട് മോർ മേക്സ് ദിസ് സ്റ്റേജ് മോർ സ്പെഷ്യലിസ്റ്റ് ഇവരോട് എല്ലാവരുടെയും ഒപ്പം തന്നെ ഒരുപാടധികം സെലിബ്രിറ്റീസും ഉണ്ട്. അപ്പൊ നമുക്കൊരു വലിയ കൈയടി കൊടുക്കാം ഈ ഒരു അഗ്രിമെന്റ് കൈമാറ്റത്തിന്. Ladies and gentlemen, please put your hands together. ഈ ഒരു സമയത്ത് എനിക്ക് രണ്ടുപേരെ സ്റ്റേജിലോട്ട് വിളിക്കണം. സാം ദേവസി, അതുപോലെ തന്നെ ഈ എന്റെ ചേട്ടൻ സാം ദേവസി, അതുപോലെ തന്നെ ക്യാപ്റ്റൻ മാത്യൂസ്, അദ്ദേഹമാണ് ഈ ഫ്ലോർ മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേട്ടനും കൂടെ ഒരു ഫയലും കൈമാറുന്ന ചടങ്ങ്.
സുരേഷ് പീറ്റേഴ്സ് കൂടെ ഉണ്ട്. നിങ്ങൾ ചിക്കു ബുക്ക് എന്നുള്ളൊരു പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ, രാവണപ്രഭുവിലെ സടക്ക് എന്ന് പറഞ്ഞ പാട്ടുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മ്യൂസിക് കമ്പോസർ ആണ് കേട്ടോ സുരേഷ് പീറ്റേഴ്സ്. സുരേഷ് പോകുന്നില്ല, യു ഗോട്ട് സിറ്റ് ദേർ, യു ഗോട്ട് ജംപ് ടുഗദർ. ഞാന് ലാലേട്ടനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത് ഞാന് ഇതിന്റെ ഒരു ഇനോഗ്രേഷൻ വിളക്കൊടുത്തി ലാലേട്ടൻ, വിളക്കൊടുത്ത് തന്നെ ഒരു വെളിച്ചം പകർന്നു ലാലേട്ടൻ. ഇതിന്റെ ഒരു ഉദ്ഘാടനം എങ്ങനെയാണ് കുറെ ആലോചിച്ചു. സാധാരണ റബർ കട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യും. അപ്പോ എന്താണ് ഒരു വെറൈറ്റി വേണ്ടി ഞാന് എന്റെ കരിയറും ഒക്കെ തുടങ്ങിയത് പിയാനോയിലാണ്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് കുറെ പ്രോഗ്രാംസ് ലാലേട്ടന്റെ കൂടെ, ലാലേട്ടൻ ഇവിടെ ഇരിക്കുന്നു, ഞാൻ അവിടെ പിയാനോ വായിക്കുന്നു. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 50 പാട്ടെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പല രാജ്യങ്ങളും പരിപാടി നടത്തിയിട്ടുണ്ട്, പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, നിങ്ങൾ കേട്ടിട്ടോന്നറിയില്ല, ചില പിയാനോ സോങ്സ് കമ്പോസ് ചെയ്തിരിക്കുന്നത് 2 പേരും പിയാനോ വായിക്കുന്നതാണ്. ഇന്ന് ലാലേട്ടൻ പിയാനോ വായിക്കുന്നത് നിങ്ങൾക്ക് കാണണം. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഒരു ഗംഭീരമായ നടനാണ്. പക്ഷെ അതിനേക്കാട്ടിലപ്പുറം ലാലേട്ടൻ ഒരു റിയൽ ലൈഫ് പേഴ്സൺ ആണ്. എന്ത് ചെയ്യും പറഞ്ഞാലും ഒരു നോ പറയാൻ, എത്രയും ഞാൻ പറഞ്ഞൊരു കാര്യത്തിൽ ലാലേട്ടന് നോ പറയാൻ എനിക്ക് അവസരം തന്നിട്ട് ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ രാവിലെ പുലർച്ചെ ഞാൻ ചോദിച്ചു, ലാലേട്ട ഇങ്ങനൊരു പരിപാടി ഒന്നും വേണ്ടിയിട്ടില്ല. അതിന് ഇപ്പൊ എന്നെ ഫോൺ ചെയ്തപ്പോ ചോദിച്ചു ഞാൻ എന്താ വായിക്കേണ്ടതെന്ന് അറിയാത്ത ആളാണ് ഇപ്പൊ പിയാനോ വായിക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് എ കോൺഫിഡൻസ് ഓഫ് ദ ഗ്രേറ്റ് ലെജൻഡ്. അപ്പൊ ലാലേട്ടന്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള റഹ്മാൻ സാർ കമ്പോസ് ചെയ്തിട്ടുള്ള നറുമുഖേ എന്നുള്ളൊരു പാട്ടുണ്ട്. അത് പാട്ട് ലാലേട്ടനും ഞാനും ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഫ്രാൻസിസ് ഏട്ടനാണ് വായിക്കാൻ പോകുന്നത്. ഇത് വായിച്ച് ലാലേട്ടൻ വായിച്ചിട്ടാണ് ഈ ഹാള് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ റെഡിയാണോ? That's a great start, അല്ലേ ശിവൻ ചേട്ടാ? അപ്പം നമുക്ക് എല്ലാവർക്കും ഈ ഒരു പിയാനോ ഒക്കെ വായിച്ച് നമ്മളെ ഇത്രയും നേരം എടുത്തിട്ട് ലാലേട്ടന് ഒരു പിക്ചർ, ഒരു ഫോട്ടോഗ്രാഫ് കൈമാറാനായിട്ട് ഒരു കൊച്ചു മിടുക്കൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ ഒരു മിനിറ്റ്, ലാലേട്ടന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് തരാനായിട്ട് ഒരു കൊച്ചു മിടുക്കൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ മോനെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്തോട്ടെ. മിടുക്കിയാണ്, സോറി, മിടുക്കനല്ല, മിടുക്കിയാണ്. മിടുക്ക തന്നെയാണല്ലോ. ഞാൻ ആ മോളെ കണ്ടപ്പോ ആളാണ് വരച്ചെടുത്തോണ്ട്. ഓക്കെ, സോ ടിയർ ലാലേട്ടൻ എന്ന് എഴുതിയിട്ടുണ്ട് അതിന്റെ പുറത്ത്. ഓ, ഋഷഭയിലെ ലാലേട്ടന്റെ ക്യാരക്ടറാണ് വരച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വസുദേവ്, വസുദേവിന് വേണ്ടിയിട്ട് ഒരു വലിയ കൈ നമുക്ക് കൊടുക്കാം.
ലാലേട്ടൻ. കുറച്ച് സമയം കൂടി ഇവിടെ ഉള്ളൂ. നമുക്ക് ഇന്ത്യക്ക് ഏറ്റവും അഭിമാനകരമായ വൺ ഓഫ് ദ ബിഗസ്റ്റ് അവാർഡ് ഇസ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഫാൽക്കെ അവാർഡ് കിട്ടിയ ലാലേട്ടന് നമുക്കൊരു ഉപകാരം ലാലേട്ടന് കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. സോ എനിക്കിത് ഡിസൈൻ ചെയ്തത് അഭിലയാണ്. താങ്ക് യു സോ മച്ച് അഭില. ഇത് കൊടുക്കാൻ വേണ്ടി ലാലേട്ടനെ സ്നേഹമുള്ള, ഇഷ്ടമുള്ള, ആരാധിക്കുന്ന കുറച്ചു പേർക്ക് നമുക്ക് സ്റ്റേജിൽ വന്ന വി വിൽ ഗിവ് ടുഗദർ. എല്ലാവർക്കും വരാം. ടോമിച്ച, ആച്ച, അരൻ എല്ലാവരും ഇഫ് യു വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദിസ് വി വിൽ. രാജീവ് പോയോ? മാധവൻ സാർ, മോറാജി ഇതുവരെയായിട്ടും വന്നിട്ടില്ല. മോറാജി can you come? This is a love towards ലാലേട്ടൻ. ഇത് ചെയ്തിരിക്കുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. സോ എല്ലാവരും നിരന്ന് നിന്ന് ഉപകാരം, നിരന്ന് നിന്നാൽ ഉപകാരമാണ്. മൊമെന്റ് ഒന്ന് നോക്കി കാണിക്കാമോ? ഒന്ന് നോക്കി കാണിക്കാം. Another auspicious moment to witness this day. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടി നമ്മുടെ മലയാളികൾക്ക് വീണ്ടും അഭിമാനമായ നമ്മുടെ സ്വന്തം ലാലേട്ടന് ഒരു പുരസ്കാരം SB Skates അവരുടെ ഒരു ചെറിയ പുരസ്കാരം നൽകി ആദരിച്ചു. താങ്ക് യു സോ മച്ച് to all the dignitaries for joining us. Laleta, thank you so much for your time. ഇനി നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കണം. ഒരു കാര്യം കൂടിയുണ്ട്, ഓഡിയൻസ് എല്ലാവരും ഇരിക്കണം. ഇനി ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. നമുക്കിവിടെ ഒരു മരം നടാൻ പോകാൻ ലാലേട്ടൻ മരമാണ്. അത് ലാലേട്ടൻ പുറത്തു വന്ന് നടും. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. നമുക്ക് ഒരുമിച്ച് കുറച്ച് പേര് ഒരുമിച്ച് ലാലേട്ടനെ കൂടെ അവിടെ പോയിട്ട് ലൈവാണ്. ദയവ് ചെയ്ത് ക്യാമറ കൊടുത്തില്ല.